السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഉദ്ധരിക്കപ്പെടുന്നു. മഹാൻ പറയുന്നു, നായയിൽ വിശ്വാസികൾക്ക് അനുകരിക്കാവുന്ന 10 നന്മകളുണ്ട്. ശരിയായ വിശ്വാസികളിൽ ഉണ്ടാകേണ്ട അല്ലെങ്കിൽ പൂർണ്ണമായ വിശ്വാസികളിൽ ഉള്ള 10 നന്മകൾ നായയിൽ പരിശോധിച്ചാൽ കാണാൻ കഴിയും. 10 മഹാൻ വിശദീകരിക്കുന്നു. 1, അയ്യക്കൂന ജായിഅൻ ഫഇന്നഹാ മിൻ ആദാബി സ്വാലിഹീൻ. നായ വിശന്നിരിക്കും, എത്ര സമയം വേണമെങ്കിലും വിശപ്പ് സഹിച്ച് വിശന്നിരിക്കും. അത് സജ്ജനങ്ങളായ വിശ്വാസികളുടെ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ്. 2, അല്ലാ യക്കൂന ലഹു മക്കാനുൻ ഖാസുൻ മഅറൂഫുൻ വദാലിക മിൻ അലാമാത്തിൽ മുത്തവക്കിലീൻ. അതിനൊരു സ്ഥിരമായ അറിയപ്പെട്ട ഒരു കേന്ദ്രം അതില്ല. അത് മാറി മാറി എവിടെയാണോ കിടക്കാൻ പറ്റിയതെങ്കിൽ അവിടെ വിശ്രമിക്കും. അള്ളാഹുവിൽ തവക്കുലാക്കി ഭൂമിയോട് അല്ലെങ്കിൽ ദുന്യാവിനോട് കൂടുതൽ ആർത്തി കാണിക്കാത്ത ശരിയായ വിശ്വാസികളുടെ ലക്ഷണത്തിൽപ്പെട്ടതാണ്. 3, അല്ലാ അനാമമിനയിലും ഇല്ല കലീല. രാത്രി കുറഞ്ഞ സമയം മാത്രം നായ ഉറങ്ങൂ. അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട് ആരാധനയ്ക്ക് വേണ്ടി ഉറക്കമൊഴിക്കുന്ന സ്വാലിഹ്യങ്ങളുടെ സ്വഭാവമാണ്. 4, ഇദാ മാത ലാ യകൂനു ലഹു മീറാസുൻ വദാലിക മിൻ സിഫാത്തി സാഹിദീൻ. നായ ജീവൻ പോയാൽ അതിന്റെ മക്കൾക്ക് വേണ്ടി മറ്റു ജീവികൾക്ക് വേണ്ടി ഒരു അനന്തരമായി ഒന്നും ഇട്ടേച്ചു പോകാറില്ല. അത് ഈ പരിത്യാഗികളായ സജ്ജനങ്ങളുടെ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ്, വിശേഷണങ്ങളിൽപ്പെട്ടതാണ്. 5, അല്ലാ യത്രുക സ്വാഹിബഹു ജഫാ വദറബഹു. ആ നായയെ സ്നേഹിച്ച, നായയെ വളർത്തുന്ന ഉടമ അല്ലെങ്കിൽ പരിചയപ്പെട്ട തൻ്റെ സാഹിബ് അതിനെ എത്ര വിരട്ടിയാലും അടിച്ചാലും അത് ഒഴിവാക്കൂല. വീണ്ടും വീണ്ടും ആ ഉടമസ്ഥനിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കും. ഉടമസ്ഥൻ എത്ര ചീത്ത പറഞ്ഞാലും എത്ര അടിച്ചു ഓടിച്ചാലും വീണ്ടും ആ ഉടമസ്ഥനെ തേടി നായ വരും. വദാലിക മിൻ അലാമാത്തിൽ മുരീദീൻ അസ്സാദിഖീൻ. സത്യസന്ധരായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മശായിഖുമാരെ വഴി സ്വീകരിച്ചു പോകുന്ന ആളുകളുടെ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ്. അവരുടെ ശൈഖുമാർ, അവരുടെ ഗുരുവര്യന്മാർ ഇവരുടെ ഭാവി ഗുണത്തിന് വേണ്ടി ചീത്ത പറഞ്ഞാലും അവരാക്ഷേപിച്ചാലും അതിലൊന്നും വെറുപ്പും വൈരാഗ്യവും പ്രകടിപ്പിക്കാതെ വീണ്ടും ആ ശൈഖിനെ പിന്തുടർന്ന് അവരുടെ ഭാവി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും. 6, ഭൂമിയിൽ നിന്ന് കുറഞ്ഞ സ്ഥലം കൊണ്ട് തൃപ്തിപ്പെടുന്ന നായക്ക് അങ്ങനെ പരന്ന് വിശാലമായി കിടക്കാൻ ആവശ്യമില്ല. ചുരുണ്ട് മടങ്ങി കിടക്കാൻ കുറഞ്ഞ സ്ഥലം ആവശ്യമുള്ളൂ. അത് താഴ്മയുള്ള സജ്ജനങ്ങളുടെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. 7, നായ കിടക്കുന്ന സ്ഥലത്ത് മറ്റാരെങ്കിലും വന്ന് അതിക്രമിച്ചാൽ നായ ആ സ്ഥലം ഒഴിവാക്കി വേറൊരു സ്ഥലത്ത് പോയി കിടക്കുമെന്നല്ലാതെ അവിടെ തന്നെ തിരക്കി കിടക്കാൻ വാശി പിടിക്കൂല. അത് അള്ളാഹു കൊടുത്തത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങളുടെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. 8, നായയെ എറിഞ്ഞ് ആട്ടി ഓടിച്ച് വിരട്ടിവിട്ടാലും പിന്നെ ഒരു ഒട്ടിക്കഷ്ടമോ മാംസക്കഷ്ടമോ നീട്ടിയാൽ അത് കഴിക്കാൻ വേണ്ടി എന്നെ നീ ആട്ടിയവനല്ലേ എന്ന പകയോടുകൂടെ വരാതിരിക്കില്ല. നായ തിരിച്ചു വന്ന് യജമാനിൽ നിന്ന് അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്നവരിൽ നിന്ന് ഭക്ഷണം സ്വീകരിക്കും. കൽബിൽ അങ്ങനെ ഒരു പക വെച്ച് നടക്കൂല. അത് വദാലിക മിൻ അലാമാത്തിൽ ഖാശിഈൻ. അത് ഭക്തരായ വിശ്വാസികളുടെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. 9, ഇദാ ഹദറൽ അക്ല ജലസ ബഈദൻ യൻദുറു. തന്നെ വളർത്തുന്ന ഉടമസ്ഥന്റെ അടുത്തേക്ക് ഭക്ഷണം കഴിക്കാൻ വന്നാൽ നായ അതിക്രമിച്ചു കയറിയിട്ട് ഭക്ഷണപാത്രത്തിൽ നിന്ന് തലയിട്ട് തിന്നൂല, വിട്ടിരിക്കും. എറിഞ്ഞു കൊടുക്കുന്നത് വിട്ടുകൊടുക്കുന്നത് ഭക്ഷിക്കും. അത് മിൻ അലാമാത്തിൽ മസാക്കീൻ. നല്ല മിസ്കീന്മാരായ സാധുക്കളായ ആളുകളുടെ സ്വഭാവങ്ങളിൽപ്പെട്ടതാണ്. 10, ഇർതഹലാൻ മക്കാനിൽ ലാ യൽതഫിതു ഇലൈഹി ഹാദിഹി മിൻ അലാമാത്തിൽ മഹ്സൂനീൻ. നായ ഒരു സ്ഥലത്ത് നിന്ന് യാത്ര പോയാൽ കുറച്ച് സമയം ഒരു സ്ഥലത്ത് താമസിച്ചു, അവിടെ വിട്ട് മറ്റൊരു ദിക്കിലേക്ക് പോയാൽ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല, പിന്നെ ഇതിനെ വേണമെന്ന് വാശി പിടിച്ച് തിരിഞ്ഞു നോക്കൂല. അത് അള്ളാഹുവിനെ ഓർത്ത് ദുഃഖിതരായി പ്രപഞ്ചം ത്യജിച്ചുകൊണ്ട് നടക്കുന്ന മഹാത്മാക്കളുടെ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ്. ഇങ്ങനെ അനുകരിക്കാവുന്ന 10 നന്മകൾ നായയിൽ പ്രകടമാണ് എന്ന് ഹസൻ ബസ്രി റളിയല്ലാഹു പഠിപ്പിക്കുന്നു. ഏത് ജീവികളിലും മനുഷ്യർക്ക് ഉൾക്കൊള്ളാവുന്ന അല്ലെങ്കിൽ പിൻപറ്റാവുന്ന സൽസ്വഭാവങ്ങൾ ഉണ്ട് എന്ന് ഈ സന്ദേശം നമ്മെ പഠിപ്പിക്കുന്നു.